ഹലോ ഓൾ, വീണ്ടും ഒരു ബ്ലെസ്ഡ് സൺഡേയിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. ലെൻറ്റിൻ്റെ സെക്കൻഡ് സൺഡേ ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി. അപ്പോൾ മൺഡേ അല്ലെങ്കിൽ ബുധനാഴ്ച ആഷ് ഡേ ആയിട്ട് നമ്മൾ ചെയ്തു. അന്ന് നൊയമ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ചാനലിൽ ഡെയിലി തോട്ട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. 3 ദിവസം അത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ ഇടാണ്ടിരുന്നെന്ന് കുറച്ച് പേരെങ്കിലും ചോദിച്ചു. സന്തോഷം നിങ്ങൾ അന്വേഷിച്ചതിൽ ഒരാൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഡെയിലി ഇടുമ്പം അത് ഒന്നാമത്തെ നമ്മൾ ഇടുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. 8 മണിയൊക്കെ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ തിരിച്ചു വന്ന് വീട്ടിലെത്തി ഇത് എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്ത് ഒക്കെ ഇടാനായിട്ടുള്ള ഒരു സമയം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് തോട്ട്സ് നമുക്ക് ഡെയിലി എന്നുള്ളത് വീക്ക്ലി ആക്കാം. അപ്പോൾ എല്ലാ സൺഡേയ്സും വൈകുന്നേരം അല്ലെങ്കിൽ മൺഡേ മോർണിംഗോട് കൂടിയോ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീക്കിലേക്ക് മൊത്തം റിഫ്ലക്റ്റ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വീക്ക്ലി ആക്കാണ്. തോട്ട്സ് വീക്ക്ലി ആക്കാണ്, ഡെയിലി മാറ്റിയിട്ട്. അപ്പോൾ ചാനലിൽ നമ്മളെപ്പോഴും സ്റ്റേ ട്യൂൺഡ് ഫോർ ഓൾ ദീസ് ലെൻറ്റ് സീരീസ്. നിങ്ങൾ എന്തായാലും അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് തോട്ട് നമ്മൾ ലെൻറ്റ് വീക്ക് 1 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് സ്നേഹത്തോടു കൂടി ഈശോയോട് കുറേയും കൂടെ അടുക്കാനായിട്ട് നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്തു. നോമ്പിൻ്റെ കുറേ തീരുമാനങ്ങൾ എന്തായാലും കുറേ ആയാലും കൂടുതലായാലും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടാന്ന് വയ്ക്കാൻ, ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടമില്ലാതിരുന്ന കുറച്ച് നല്ല നന്മ പ്രവർത്തികൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ കുറേ കൂടെ ചെയ്യാൻ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള നോമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഭയങ്കര ആരംഭശൂരത്വത്തോടു കൂടി. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനകത്ത് ഒരുപാട് ടെംപ്റ്റേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത് വേൾഡ്ലി ആയിട്ട് ഒരുപാട് അട്രാക്ഷൻസ് ഇപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോമ്പ് മുറിക്കാൻ അല്ലെങ്കിൽ ഈ നമ്മുടെ തീരുമാനങ്ങളെ ലംഘിക്കാനൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവാം. നമ്മൾ നല്ല രീതിയിൽ ലെൻറ്റൊക്കെ തുടങ്ങിയെന്ന് കാണുമ്പോഴായിരിക്കും ഇതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യപ്പെടുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിലാണ് നമ്മൾ വിചാരിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാഹചര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ലെൻറ്റ് എടുത്തിട്ട് എന്താ കാര്യം, നോമ്പെടുത്തിട്ട് എന്താ കാര്യം, ഈ നോമ്പിനെ പറ്റി പറയാനും നോമ്പെടുക്കാനും നോമ്പെടുത്തിട്ടും ഒരു കാര്യമില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് തീരുമാനിച്ചിരുന്നു, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പള്ളി പോയിട്ടൊന്നും എല്ലാ ദിവസവും പള്ളി പോയിട്ടൊന്നും ഒരു കാര്യമില്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ടുന്ന് വരും. പക്ഷെ ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ആക്ട് ഫ്രം Satan who doesn't want this to be continued. Because തമ്പുരാന് കൂടെ നമ്മൾ ചേർന്ന് നിൽക്കും എന്നുള്ളത് പിശാചിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് അന്ധാര ശക്തികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഒബ്വിയസ്ലി ഈ ഒരു ലെൻറ്റ് നമ്മളെ മുറിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നോമ്പെടുത്തത് നമ്മളെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അത് ഈശോ അലൗ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മളത് ടെസ്റ്റ് ചെയ്യും, ഒരു ഫേസാണ് ടെസ്റ്റ് ചെയ്യുക. നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിംഗ് ഫേസിൽ ആണ് നമുക്ക് മനസ്സിലാവുക ഈ ഡെവലപ്പ് ചെയ്ത ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുമോ അതോ പൊട്ടുമോ, ഇടയ്ക്ക് വെച്ച് നമ്മൾ ബ്രേക്ക് ആവുമോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടെസ്റ്റിംഗ് കുറേ സെനാരിയോസ് ഉണ്ട്. ഇപ്പം അതിനകത്ത് ലോഡ് ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ കൂടുതൽ ലോഡ് തന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ ഫങ്ഷനാലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് സോഫ്റ്റ്വെയറായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമ്മളൊരു ടെസ്റ്റിംഗ് ഫേസാണ്. അത് ദൈവം അലൗ ചെയ്യും. കാരണം നമ്മൾ എത്രത്തോളം ദൈവത്തിനോട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അതുകൊണ്ട് നമ്മൾ വിഷമിക്കല്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മുടെ മുമ്പിൽ പ്രലോഭകൻ പല രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളവരുടെ രീതിയിലായിരിക്കും, ഇഷ്ടമുള്ള സാഹചര്യങ്ങളുടെ രീതിയിലായിരിക്കും പ്രലോഭനം കൂടിയിട്ട് ചിലപ്പോൾ നമ്മളോട് പറയും, ഇത് നിർത്തിക്കോ മോനെ, ഇത് നിർത്തിക്കോ മോളെ, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, നിന്നെക്കൊണ്ട് ഒരു കാര്യം നടക്കില്ല, നിനക്ക് ഇങ്ങനെയാവാൻ പറ്റുള്ളൂ, നീ എന്തായാലും എത്ര ചെയ്തിട്ടും വലിയ പുണ്യാളനോ പുണ്യാളത്തിനോ ആവാൻ പോകുന്നില്ല. പക്ഷെ അതിന് നമ്മൾ ഓവർകം ചെയ്യണം. എങ്ങനെ? തമ്പുരാൻ്റെ ശക്തിയുണ്ട്, തമ്പുരാൻ്റെ കൃപ ഉണ്ട്. കാരണം ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഇൻസൈറ്റാണ്. ഇപ്പം ഒരുപാട് നാളായിട്ട് കേൾക്കാതിരുന്ന പാട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുക.
അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചു പോകും. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു വരികൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് വീട്ടിൽ വന്നിട്ടും നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇന്നർ പീസാണ് അത് നമുക്ക് കൊണ്ടുതരിക. ഭയങ്കര ഒരു ഇന്നർ പീസാണ്, നല്ലൊരു ആത്മീയ സന്തോഷം. നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നതോടെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇത് ആർക്കൊക്കെ ഫീൽ ചെയ്യാം? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. കാരണം ഈ ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ്. നമുക്ക് പഠിച്ചിട്ടുണ്ടാവില്ല പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 നമുക്ക്. അപ്പോൾ ഫലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരാളുണ്ട് എന്നുള്ളതിൻ്റെ ഫലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? സ്നേഹം, സൗമ്യത, ക്ഷമ, വിശ്വസ്തത, നന്മ, അതൊക്കെ ഇതിനകത്ത് പെടുന്നതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് ആനന്ദമുണ്ടോ? നമ്മുടെ ഉള്ളിൽ നമുക്ക് ക്ഷമയുണ്ടോ? നമ്മുടെ ഉള്ളിൽ സൗമ്യതയുണ്ടോ? വിശ്വസ്തതയുണ്ടോ? ഉറപ്പിച്ചോ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഓൾറെഡി ആക്ട് ചെയ്ത് തുടങ്ങി. സോ നിങ്ങൾ ഒന്നിനെ പറ്റിയും വറി ചെയ്യണ്ട. ഈ ഫലങ്ങൾ ചൂടി തന്നെ ഈ ലെൻറ്റ് മുഴുവനും എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ വീക്ക് 1 റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വന്ന് നല്ല കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുക. ഇത്രയും നല്ല രീതിയിൽ തമ്പുരാനോട് അടുക്കാൻ തമ്പുരാൻ അനുഭവിച്ചതിനെ ഓർത്ത്, ദിവസങ്ങൾ തന്നതിനെ ഓർത്ത്, ഓരോ ദിവസവും തമ്പുരാനോട് അടുക്കാൻ തമ്പുരാൻ തന്നെ കൂടുതലും സാഹചര്യം തന്നതിനെ ഓർത്ത് നന്ദി പറയാം. വന്നു പോയ പോരായ്മകൾ ഓർത്ത് നമുക്ക് മാപ്പപേക്ഷിക്കാം. ഓരോ ദിവസവും തമ്പുരാനിലേക്ക് കുറേ കൂടെ അടുക്കാനായിട്ടുള്ള അത്രമാത്രം അടക്കാനുള്ള അഭിനിവേശം നമ്മുടെ ഉള്ളിൽ തമ്പുരാൻ നിക്ഷേപിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. എത്ര വലിയ പ്രലോഭനങ്ങൾ, എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടും നമ്മൾ പതറാതെ ഇനി വീണെങ്കിലും ചാടി എണീറ്റ് തമ്പുരാൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടിപ്പോകാനായിട്ട് നമുക്ക് സാധിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇനി അല്ല നമ്മൾ വീഴ്ചകളിൽ പറ്റി അവിടെ കിടക്കുകയാണെങ്കിൽ ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. ജസ്റ്റ് 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇത്രയും ദിവസങ്ങൾ കിടക്കുന്നു. സോ ആക്ട് നൗ, റൈസ് അപ്പ് ആൻഡ് വാക്ക് വിത്ത് ഹിം, ഫോളോ ഹിം. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് തോട്ട്, നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാര്യം. സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കുമ്പോൾ ഇനി ലെൻറ്റ് വീക്ക് 2 എന്നുള്ളതിലേക്ക് കിടക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള തോട്ട്? ഒന്നാമത്തെ കാര്യം, നമ്മൾ 10 കന്യകമാരുടെ ഉപമ ഈശോ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് മണവാളൻ എപ്പോൾ വരുന്ന അറിയില്ല. അപ്പോൾ കുറച്ച് പേരുടെ ഓൾറെഡി എണ്ണ ഉണ്ടായിരുന്നു, വിളക്കിൽ കത്തിക്കാനായിട്ടുള്ള എണ്ണ ഉണ്ടായിരുന്നു. കുറച്ച് പേരുടെ എണ്ണ ഉണ്ടായിരുന്നില്ല. വിവേകമതിയായിട്ടുള്ള ഈ കന്യകകളുടെ അടുത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇല്ലാത്തവർ ആ സമയത്ത് ചോദിച്ചു, അയ്യോ ഞങ്ങൾക്കൊന്ന് എണ്ണ തരുമോ? അപ്പം പറഞ്ഞു, ഇല്ല ഞങ്ങൾക്കിപ്പോൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെയും കഴിയും നിങ്ങളുടെയും കഴിയും, അവസാനം ആർക്കും ഒന്നും പറ്റാതാവും, നിങ്ങൾ പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം വിവേകമതികളല്ലാത്തവർ പുറന്തള്ളപ്പെടുകയാണ്. വിവേകമതികളായിട്ട് എണ്ണ കയ്യിലുണ്ടായിരുന്നവർ മാത്രമാണ് അവിടെ മണവാളൻ വന്നപ്പോൾ മണവാളനൊരു തൊടുകൂടി സ്വീകരിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഈ എണ്ണ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പം ചിലർ ഭയങ്കര സ്പിരിച്വാലിറ്റിയിലൊക്കെ നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർ വാടി തളർന്നു പോകും. കാരണം പല എന്താ പറയുക, മറ്റേ ദിനക്കാരുടെ ഭൂമിയിൽ പറഞ്ഞ പോലെ പല ചവിട്ടി നിലയ്ക്കപ്പെടുന്ന നിലങ്ങളിലും പടർപ്പിലും പിന്നെ പാറയുടെ മുകളിലൊക്കെ വീഴുന്ന പല വിത്തുകളുണ്ടാവും. അതുപോലെ ഇങ്ങനെ ചവിട്ടി മെതിക്കപ്പെട്ട് അതിൻ്റെ മൊത്തം ഫലം പോയിട്ടുണ്ടാകും. പക്ഷെ ഇതൊരു കനലുള്ളിൽ കിടപ്പുണ്ടാവും. ഇത് ആളി കത്തിക്കാൻ പറ്റാം, പരിശുദ്ധാത്മാവിനാണ് ആളി കത്തിക്കാൻ പറ്റാം. സോ സ്റ്റാർട്ട് പ്രേയിങ് ടു ഹോളി സ്പിരിറ്റ് ദാറ്റ് എന്താണ്, പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിലേക്ക് വരണേ, എൻ്റെ ഉള്ളിൽ വന്ന് എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി വീണ്ടും കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലെൻറ്റ് വീക്ക് 2 നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ഹോളി സ്പിരിറ്റിനെ കൂട്ടുപിടിച്ച് തുടങ്ങണം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി അത് ഓർത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ അപ്പം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ നീ എൻ്റെ അടുത്തൊരു പേഴ്സണായിട്ട്, എൻ്റെ അടുത്തൊരു വ്യക്തിയായിട്ട്, എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ കൊണ്ട് നടക്കണേ. പരിശുദ്ധാത്മാവെ എനിക്ക് കൺട്രോൾ തരണം, പരിശുദ്ധാത്മാവെ എനിക്ക് ശക്തി തരണേ. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നോൺ വെജ്, നമുക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങൾ ബേക്കറി പലഹാരം ജങ്ക് ഫുഡൊക്കെ കാണുമ്പോൾ പരിശുദ്ധാത്മാവെ കൺട്രോൾ തരണേ. എന്ത് കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഡിസൈനേഴ്സിലൊക്കെ ആണെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവെ എനിക്ക് ഈശോൻ്റെ കൂടെ പോയാൽ മതി, എനിക്ക് ഈശോൻ്റെ ആയാൽ മതി, എനിക്ക് വേണ്ടത് എനിക്ക് വേൾഡ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് നമുക്ക് ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് നമുക്ക് സേവിക്കാൻ സാധിക്കില്ല. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തോടുള്ള മൈത്രി വേണ്ട, നമുക്ക് ഈശോയോടുള്ള ദൈവത്തോടുള്ള മൈത്രി മതി. അത് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ അംഗീകരിച്ചോളും. കാരണം
നമ്മുടെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ. കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടാൻ നമ്മൾ സഹായിക്കുകയാണ്. അപ്പം വീക്ക് 2 നമ്മൾ പറയുന്നത് 10 കന്യകമാരുടെ ഉപമയിൽ വിവേകമതികളായിട്ടുള്ള കന്യകകളുടെ അടുത്ത് എപ്പോഴും ആ വിളക്ക് കത്തിക്കാൻ ആവശ്യമുള്ള എണ്ണ കരുതിയ പോലെ നമ്മളും കരുതാൻ പോവാണ് പരിശുദ്ധാത്മാവിന്. ഓക്കെ, നമ്മളും കരുതാൻ പോവാണ് പരിശുദ്ധാത്മാവിന്. എന്നും നമ്മുടെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇൻ പേഴ്സൺ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇതുവരെ നമ്മൾ പറയും ഈശോനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാണണം, ഈശോനെ എല്ലാമായിട്ട് കാണണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരിശുദ്ധം. കാരണം നമുക്കറിയാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ 3 വ്യക്തികളും പ്രത്യേക ദൈവത്തിൽ ഒരേ ഒരു സത്യദൈവമായിട്ടാണ് നമ്മൾ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പുത്രനോട് മാത്രമല്ല ശരിക്കും നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടായിരിക്കേണ്ടത്. പിതാവിനോട് എങ്ങനെ ഉണ്ടാവേണ്ടത്? പിതാവിനോട് നമുക്ക് നമ്മുടെ അപ്പനോട്, നമ്മുടെ ഡാഡിയോട്, നമ്മുടെ അപ്പച്ചനോട് നമുക്ക് ഉണ്ടാവുന്ന അതേ റെസ്പെക്റ്റ്, അതിനേക്കാൾ ഒരുപാട് കൂടുതൽ റെസ്പെക്റ്റ് ഉള്ള ഒരു പിതാവായ സ്നേഹത്തിൻ്റെ മുഖം, നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മളെ കരുതുന്ന, നമ്മൾ നൊവേനയിലൊക്കെ വായിക്കുന്നില്ലേ, മാതാവിൻ്റെ നൊവേനയിൽ പറയുന്ന പോലെ പിന്നെ ഒന്ന് പരിരക്ഷിക്കാനും മുന്നേ ഒന്ന് നയിക്കാനും മുകളിൽ നമ്മൾ അനുഗ്രഹിക്കാനും കൂടെ നിൽക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, പിന്നെ നമ്മുടെ കർത്താവിശംശയുടെ സ്നേഹം, നമ്മുടെ കർത്താവിശംശയുടെ സ്നേഹം നമുക്കറിയാലോ. അത് നമ്മുടെ എല്ലാ തലത്തിലും നമ്മുടെ സഹോദരനായിട്ട്, നമ്മുടെ കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഉറ്റ തോഴനായിട്ട് ഒക്കെയുള്ള നമ്മുടെ ഈശോൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഈ 3 പേരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ ഒറ്റ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഏത് മലകളെ മാറ്റാനായിട്ടുള്ള അത്രമാത്രം നമുക്ക് വിശ്വാസം നമുക്ക് ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവും തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രചോദിപ്പിക്കും. അപ്പോൾ വീക്ക് 2 പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് തുടങ്ങാം. സോ നിങ്ങൾക്ക് അതൊരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഒരു കഴിഞ്ഞൊരാഴ്ച, അതായത് ലെൻഡ് തുടങ്ങുന്നതിന് മുമ്പത്തെ ഒരു ദിവസവും ഇന്നത്തെ ഒരു ദിവസവും നമ്മൾ എത്രത്തോളം വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ശരിക്കും തമ്പുരാനോട് അടുത്തടുത്ത് തമ്പുരാൻ്റെ വീടാനുഭവം, മരണവും ഉത്ഥാനമൊക്കെ ധ്യാനിച്ച് തമ്പുരാൻ്റെ കൂടെ തന്നെ ഇന്ന് നിൽക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എന്തെങ്കിലും വേണം? മറ്റേ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് നമ്മൾ ഈശോൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു നമുക്ക് ഇവിടെ താമസിക്കാം, ഇവിടെ നമുക്ക് കൂടാനുണ്ടാക്കാം. ഒരെണ്ണം ഈശോയ്ക്ക്, ഒരെണ്ണം മോശയ്ക്ക്, ഒരെണ്ണം ഏലിയാക്കി. അപ്പം എന്നിട്ടൊക്കെ ഇവിടെ തന്നെ താമസിക്കാം. കാരണം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ആർക്കും താല്പര്യമില്ല. നമുക്കായാലും അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ ധ്യാനത്തിന് പോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്നു, കുമ്പസാരത്തിന് പോകുന്നു. കിട്ടുന്ന ആ ഒരു സ്നേഹവും ആ ദൈവ ചൈതന്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടി അവിടെ തന്നെ നിന്നാൽ മതി. നമുക്ക് പള്ളിയിൽ നിന്ന് പോകേണ്ട എവിടേക്കെങ്കിലും. കാരണം നമ്മുടെ പ്രവൃത്തി മേഖലയിൽ നമ്മളായിരിക്കുന്ന സമയത്ത്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അല്ലേ? അപ്പോൾ കാരണം നമ്മൾ മനുഷ്യന്മാരും കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവം മാത്രമല്ല, ഈശോ ദൈവപുത്രനാണ്, ദൈവവും മനുഷ്യനാണ് ഒരു സമയത്ത്. പക്ഷെ നമ്മൾ വെറും മനുഷ്യരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ശക്തിയിൽ ആശ്രയം വയ്ക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നല്ലൊരു ലെൻഡ് ഇനിയും നയിക്കാൻ നമുക്ക് പറ്റട്ടെ. കൂടുതൽ ചിന്തകൾക്കായിട്ട് നെക്സ്റ്റ് വീക്ക് സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീക്ക് ലൈവ് റിഫ്ലക്ഷൻ. താങ്ക് യു. ഇറ്റ്സ് ജസ്റ്റ് ദിസ് റിജു signing off. Bye bye. God bless.